നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും. നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതും നമുക്ക് അത്രയ്ക്ക് ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. കാരണം അതുവഴിയിട്ട് നമ്മൾ ദേഷ്യം കാണിക്കുന്ന വഴി നമ്മൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിനോട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും കാണില്ല. ഓൺ ദ സ്പോട്ട് ആ ടൈമിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുകയായിരിക്കും. ബട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പെട്ടെന്ന് അത് രജിസ്റ്റേർഡ് ആവാനും അവർ അത് കോപ്പി ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ദേഷ്യം കുറയ്ക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം ജനറൽ എന്ന് പറയാൻ കാരണം ഓരോ കുഞ്ഞിനും അതിൻ്റേതായ എന്താ പറയുക ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മെൻറ്റലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് എങ്ങനത്തെ രീതിയിൽ പോകണം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ ഒരു ജനറൽ കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഒന്ന്, നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവരും ചിലപ്പോൾ പറയുന്നത് നീ നിൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെയാണ് എന്നൊരു കമ്പാരിസൺ നമ്മൾ കൊടുക്കും. അത് നമ്മൾ ഒരിക്കലും ഒരു ദാറ്റ് പേഴ്സണിനെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസൺ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് കുഞ്ഞ് തന്നെ അത് കോപ്പി ചെയ്യും. അപ്പോൾ അവൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ക്യാരക്ടർ എന്നുള്ളൊരു രീതിയിൽ കുഞ്ഞ് ആ ഒരു രീതിയിൽ വളർന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേറൊരു കമ്പാരിസനാണ്. അതായത് ഇപ്പം ചില മിക്ക വീടുകളിലും സിബ്ലിങ്സ് ആയിരിക്കും അല്ലെങ്കിൽ ട്വിൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഈ ട്വിൻസിൽ അല്ലെങ്കിൽ സിബ്ലിങ്സിൽ തന്നെ ഒരാൾ ചെയ്യും ഒരാൾ ചെയ്യില്ല അങ്ങനത്തെ രീതിയിലായിരിക്കും കണ്ടുവരുന്നതും. സോ നമ്മളപ്പോൾ എന്താണ് പറയുന്നത്, നിൻ്റെ ചേട്ടനെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ അനിയനെ കണ്ട് പഠിക്കുക എന്നൊരു കമ്പാരിസൺ നമ്മൾ കൊടുക്കും. അപ്പോൾ അതും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ രണ്ട് കുട്ടികളെയും രണ്ട് ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ തന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കും ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മൾ സ്നേഹത്തോടെ അവരോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം മൂത്തയാൾ ചെയ്യുന്നില്ല ബട്ട് അത് ഇളയാളാണ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം നമ്മൾ ഈ ഒരു രീതിയിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടോണിൽ നമ്മൾ കൊടുക്കാതെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളത് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പെൻഡിങ് മണിയെ പറ്റിയിട്ടാണ്. നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് ഒരിക്കലും ക്യാഷിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും ചിലവാക്കിയത് അല്ലെങ്കിൽ ഇത്രയും രൂപ അതിന് വേണ്ടി ചിലവാക്കി എന്നിട്ട് ഒന്നും നടന്നിട്ടില്ല, എന്താണ് നീ ഇങ്ങനെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും. കാരണം ഇത് കൂടുതലും കുറച്ചൊരു ടീനേജസിലൊക്കെയാണ് കൂടുതലും എഫക്റ്റഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ടോൺ, അതായത് ദേഷ്യം വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ടോണ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് നെഗറ്റീവ് ആക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിലുപരി അവർ പാരൻസുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് കുറയാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മൾ ക്യാഷിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആ ഒരു നീഡ് എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ അത് സ്നേഹത്തോടെ ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും. ദേഷ്യം വന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എടുക്കുന്നത് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ. അതായത് നമ്മൾ ദേഷ്യം വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരാളെ കുറ്റം പറയുമായിരിക്കും അല്ലെങ്കിൽ ആ ആൾ ചീത്ത പറയുമായിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, ബാഡ് വേർഡ്സ്, ഇതെല്ലാം കുട്ടികൾ കോപ്പി ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്തായിരിക്കും നമ്മൾ വേറൊരു കോൺവെർസേഷൻ ഈ വക കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അവർ കളിക്കുകയാണെങ്കിലും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. കാരണം പിന്നീട് നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ തിരിച്ചൊരു റിപ്പീറ്റഡ് അതേപോലെ നമ്മളോട് ചിലപ്പോൾ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ പറഞ്ഞ കാര്യം ആയിരിക്കുമോ അല്ലെങ്കിൽ കുഞ്ഞ് തിരിച്ച് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്ന പ്രവൃത്തികളാണ് കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യുന്നതും. സോ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. സോ നമ്മൾ കുഞ്ഞുങ്ങളോട് റെസ്പെക്റ്റ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, നമുക്കത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സോറി പറയാം. മിക്ക പാരൻസും സോറി പറയാൻ അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികളോട് എന്തിനാ സോറി പറയുന്നത് എന്നുള്ളൊരു തിങ്കിങ്ങിലോട്ട് പോകും. സോ അങ്ങനെ ഒരിക്കലും പാടില്ല.
കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്, വേറൊരാളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അത് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, ആ രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതും. സോ സോറി പറയുന്നതിൽ അല്ലെങ്കിൽ താങ്ക്ഫുൾ പറയുന്നതിലൊന്നും യാതൊരു മടിയോ അല്ലെങ്കിൽ നാണക്കേടോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ സ്നേഹം നമുക്ക് കിട്ടാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വളരെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നതും ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.